കേട്ടത് നെജിലയുടെ ഒരു വോയിസ് ക്ലിപ്പാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് എന്താ അറിയോ, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നവും ഇപ്പം ഈ മസ്റൂറിനെ നെജിലന്റെ അടുത്ത് നിന്ന് മാറ്റിയതല്ല കേട്ടോ. രാത്രി മസ്റൂറക്ക് ഇവിടെ നെജിലയുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എത്ര സംഭവമാക്കി ഇവൾ കിടന്ന് കയറാൻ മാത്രമൊന്നുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഷാനാണ് കേട്ടോ. ഷാനിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. നെജിലേനേക്കാളും പ്രശ്നം ആർക്കാന്ന് വെച്ചിട്ടാണെങ്കിൽ ഷാനിനാണ്. ഷാൻ തീരെ സഹിക്കാൻ വയ്യ മസ്റൂറ ഇവരെ വീട്ടിൽ നിൽക്കാൻ വരാത്തത്. അതെന്താന്ന് അള്ളാഹ്ക്ക് അല്ലാണ്ട് അറിയില്ല കേട്ടോ. അതിന്റെ കാരണം എന്താന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വന്തം കുട്ടിക്ക് ഒരു നേരം ഒരു പാല് വാങ്ങിക്കൊടുക്കാത്ത ഷാനാണ് കിടന്നിട്ട് ഇവിടെ ഡയലോഗ് അടിക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ സ്കൂളിലേക്ക് പോകും എന്നിട്ട് ചൈൽഡ് ലൈനിന് കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. അത് പറയുന്നത് ബീൻ ഫാമിലിയിലെ ആളുടെ മകളെ പറ്റിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മകള് പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നു. എന്ത് ലോജിക്കില്ലാത്ത വർത്താനാണ് പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത്. നിങ്ങളിങ്ങനെ യൂട്യൂബിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് ആ കുട്ടിയുടെ സ്കൂളിൽ പോയിട്ട് എന്ത് കാര്യമാണുള്ളത്? പിന്നെ ബീൻ ഫാമിലിത്തെ ആള് നിങ്ങളെ പറ്റി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് തുപ്പും. ഈ തുപ്പണത് എടുത്തിട്ടാണ് അവർ അതിനെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. പേഴ്സണൽ ലൈഫാണ്. ഇപ്പം ഷാന് പോയാൽ ഒരു വീഡിയോ, ഷാൻ അടിച്ചാൽ ഒരു വീഡിയോ, ഷാൻ കുടിച്ചാൽ ഒരു വീഡിയോ. ഇത് കണ്ടന്റ് ആക്കുന്ന സമയത്ത് ഇത് കാണുന്ന പ്രേക്ഷകർ അതിനായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യരുതെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്വന്തം ലൈഫ് വന്നിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്, യൂട്യൂബിൽ വന്നിട്ട് ഇടാൻ നിൽക്കരുത്. ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരു പ്രൈവസി കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മസ്റൂറയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന്റെ ഇങ്ങോട്ട് നിങ്ങൾ ഈ നെജിലയുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫുൾ കണ്ടന്റ് മസ്റൂറ ഫാത്തിമയാണ്. ഫുൾ കണ്ടന്റ് മസ്റൂറയുടെ കണ്ടന്റ് പറയാത്ത ഒരു വീഡിയോ പോലും ഈ സ്ത്രീ ചെയ്തിട്ടില്ല. ഇതെന്തുകൊണ്ടാണ്? ആ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള റീച്ചിനും ആ സ്ത്രീക്ക് പൈസ കിട്ടാനും വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാണ്ട് മസ്റൂറയോടുള്ള സ്നേഹം കൊണ്ടല്ല. തൊട്ട് മുമ്പത്തെ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ വരാം, ഉച്ചക്ക് വരാം, രാത്രി വരാം. രാത്രി ഉറങ്ങാൻ പാടില്ല. ഈ ഷാനുള്ള വീട്ടിൽ ഉറങ്ങാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് കിടന്നിട്ട് ഡയലോഗ് അടിക്കുന്ന ഒരു ചെങ്ങായി ഇല്ലേ, ഈ ചെങ്ങായിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, താനാരാ? തനിക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? തനിക്ക് ഒരു അധികാരവും ഇല്ല. തനിക്കതിൽ പറയാനുള്ള ഒരു വോയിസും ഇല്ല. ആ സത്യം നീ ആദ്യം മനസ്സിലാക്കുക. പിന്നെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ പോളിസിയിലുള്ളത് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു വീഡിയോ അതിലിട്ടുകയാണെങ്കിൽ ഏതൊരാൾക്കും ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയതും യൂട്യൂബിൽ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ. അപ്പൊ ഇതിനൊന്നും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നതിന് വൃത്തിയില്ലാത്ത സ്കൂളിന്. നീ കണ്ടിക്കണോ ഗവൺമെന്റ് സ്കൂളിന് വൃത്തിയില്ല എന്നുള്ളത്? എത്രയോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഗവൺമെന്റ് സ്കൂള്. ഈ ഗവൺമെന്റ് സ്കൂളിന് എന്ത് വൃത്തികേടാണുള്ളത്? ഗവൺമെന്റ് സ്കൂളിലുള്ളത്? ഗവൺമെന്റ് സ്കൂളിൽ ആരും പഠിക്കുന്നില്ലേ? ഓക്കെ, നിന്റെ മകളെ നീ ഇത്രയും കാലം CBSE പഠിപ്പിച്ചു. ഇനിയിപ്പം നോക്കാൻ ഏറ്റ ആൾക്കാർക്ക് CBSE പഠിപ്പിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ വിടും. ഈ കഴിവില്ലാത്തവർക്കും കഴിവുള്ളവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു നാട്ടിലെ ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിയുടെ മാതാവ് അല്ലെങ്കിൽ മദർ അഭിപ്രായം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പിതാവ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഗ്രാൻഡ് പാരൻസ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നുമല്ലാത്തൊരുത്തന് സ്വന്തം കുഞ്ഞിനെ നോക്കാത്തൊരുത്തന്, സ്വന്തം ഭാര്യയെ കിടപ്പിലാക്കിയ ഒരുത്തന് വന്നിട്ട് അഭിപ്രായം പറയുന്നതിന്റെ ഈ യുക്തി എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനനുസരിച്ചൊരു പെണ്ണും പിള്ളടാ 32-34 വയസ്സിന്റെ ഉള്ളിൽ 4 കെട്ടി 5 പെറ്റ്. എന്നിട്ട് ബുദ്ധിയില്ലേ നിനക്ക്? ബുദ്ധിയില്ലേടി നെജില? ബുദ്ധിയില്ലേ? നീ എന്തൊക്കെയാണ് ഈ കിടന്ന് കളിക്കണത്? ആ കാറിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ചുറ്റി വീട്ടിൽ പണിയെടുക്കാൻ പറയും BP ലോ അനീമിയ പ്രഷർ ഒക്കെ ഇല്ലാത്തതൊന്നുമില്ല. കറങ്ങാൻ നേരത്തോ ഒക്കെ ഒരു പ്രശ്നവും ഇല്ല. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു സ്ത്രീയാണെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ കിടന്ന് പറയാണ്. ഒരു കുട്ടി പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് ആ കുട്ടിയുടെ ഉമ്മക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ഈ ഒരു ഡയലോഗിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ആളുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ആളുടെ ഒരു നാട്ടറിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ കിടന്നിട്ട് അപരാധം പറയുന്നത് കൊണ്ട് ആ ആൾക്ക് 6 മക്കളെ പെറ്റ ആ സ്ത്രീക്ക് കുട്ടികളെ നോക്കാനുള്ള അവകാശമില്ലാന്ന്. നീയോ നിന്റെ കൂടൊപ്പം ജീവിക്കുന്നവനോ വിളിച്ച തെറികളെന്തൊക്കെ?
ഒരിക്കലും ഒരു കുടിച്ചിട്ട് അവൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പെണ്ണിനെ വിളിച്ച വിളി കേൾക്കണങ്ങള്. കേട്ടൊരു ചടച്ചോ പെടോ. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ അതിൽ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ബീന 6 പെറ്റ് സിസേറിയൻ ആയതുകൊണ്ട് പ്രസവവേദന അറിഞ്ഞില്ലാന്ന്. സിസേറിയൻ എന്താ വേദന ഇല്ലേ? സിസേറിയൻ പ്രസവിച്ച് കുട്ടികളെടുക്കുന്നവർക്കൊന്നും പേറ്റെന്നോ പറയുന്നില്ലേ? അവർക്ക് മക്കളോട് സ്നേഹമില്ലേ? ഓ സ്ത്രീകൾക്ക് തന്നെ അപമാനമായവളെ. വിവരമില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കി. മറ്റുള്ളവരുടെ പ്രസവത്തിന്റെ വേദനയുടെ കണക്കെടുക്കാൻ നടക്കല്ലേ നീ കേട്ടോ. മറ്റുള്ളവരുടെ പ്രസവത്തിന്റെ കണക്കെടുക്കാൻ നീ നടക്കല്ലേ. ഇത് കഴിഞ്ഞിട്ട് ആരെ കെട്ടിട്ട് അടുത്തത് ഉണ്ടാക്കണം എന്നുള്ളത് ആലോചിക്കാം. അത്രമാത്രം ഇപ്പൊ ചെയ്താൽ മതി. പ്രസവം കഴിയുന്നവരെ ഇപ്പൊ ഡ്രൈവറായിട്ട് ഒരുത്തന്നെ കൂടെ കൂട്ടിയിട്ടില്ലേ, അവനോട് ഡയലോഗ് അടിക്കുമ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കും, നിനക്ക് എൻ്റെ മകളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആളല്ല നീന്ന്. എന്തൊക്കെയാ പറയുന്നേ, അവൻ എന്തൊക്കെയാ പറയുന്നേ, അവൾ മനസ്സിലാക്കും, അവളുടെ നെഞ്ഞു പൊട്ടും. ഇനി നിനക്ക് അവളാവണ്ട, നിന്റെ ജീവനായിരുന്നു. ഇപ്പോഴല്ല, ആരാ പറയുന്നേ? ഇവനെ പറയാ സ്വന്തം ഉമ്മാനോട്, മകള് പണ്ട് നിന്റെ ജീവനായിരുന്നു, ഇപ്പൊ അവള് നിന്റെ ജീവനൊന്നല്ലാന്ന്. ഇത് കേട്ടിട്ട് ഇങ്ങനെ തലട്ട് കുലിക്കാൻ ഒരുത്തിയോ? സ്വന്തം ജീവിതത്തിൽ കയറി മറ്റൊരാൾ അഭിപ്രായം പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കൊണ നിർത്ത്, യൂട്യൂബിൽ വന്നിട്ടുള്ള പറച്ചിൽ നിർത്ത്. ആ കുട്ടിയുടെ ഉമ്മമ്മ നല്ലോണം നോക്കുന്നുണ്ട്, കുറേ വിറ്റ് കാശാക്കിയില്ലേ, ഇനിയെങ്കിലും നിർത്ത്.